Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ഇതിന് മുന്നേ അതിനെ കടിച്ചിട്ടില്ല തോന്നുന്നു. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധ സംശയിക്കുന്ന തെരുവു പൂച്ചയുടെ ആക്രമണം. ഗുരുതര പരിക്കുകളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ പരിഭ്രാന്തിയിൽ. തെക്കുമുറി അയ്യപ്പൻകാട്ടിൽ 46 വയസ്സുള്ള ശ്രീജൻ, ഇടുക്കാട്ട് വീട്ടിൽ 72 വയസ്സുള്ള ചന്ദ്രമതി എന്നിവരെയാണ് പൂച്ച ആക്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ശ്രീജനെയാണ് തെരുവു പൂച്ച ആദ്യം ആക്രമിച്ചത്. പിന്നീട് ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ പൂച്ച വീടിനുള്ളിൽ വെച്ച് ചന്ദ്രമതിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം തൊട്ടടുത്ത വീട്ടിൽ നിന്നിരുന്ന പൂച്ചയെയും തെരുവുനായകളെയും കടിച്ചു. നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയ പൂച്ചയെ വാർഡ് മെമ്പർ പ്രമീള മണികണ്ഠന്റെ നേതൃത്വത്തിൽ ആനിമൽ റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു അഭിലാഷ് കടങ്ങോട്, വിനോദ് കുമാർ, അനന്തു എന്നിവരും നാട്ടുകാരും ചേർന്ന് വലയിട്ട് പിടിച്ചു. നിരീക്ഷണത്തിലാക്കി. 1 മാസം മുമ്പാണ് വെള്ളറക്കാട് കൊല്ലാൻപടിയിൽ പേവിഷബാധയുള്ള തെരുവുനായ വീടിനുള്ളിൽ കിടന്നിരുന്ന രോഗിയായ കാർത്തിയായനിയെയും മകനെയും കടിച്ചുകീറിയത്. ആക്രമണത്തിൽ കാർത്തിയായനി അതിദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. അന്ന് തെരുവിൽ അലയുന്ന പട്ടികളെയും പൂച്ചകളെയും പിടികൂടി ഷെൽട്ടറിൽ ഇടുമെന്ന് വാക്ക് തന്നിട്ടും അധികൃതർ പാലിച്ചില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ആക്രമണം നേരിട്ട ആളുകൾക്ക് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ വരെ ലഭ്യമാക്കിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. You are watching VCV News.